അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരായ സത്യാന്വേഷികളായ സഹോദരന്മാരെ, സഹോദരികളെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനം എങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. 4 മദ്ഹബിൻ്റെ പ്രസിദ്ധരായ ഇമാമമാർ നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ ലാലിലാണ്, മുളിലാണ് എന്നാണ് പറയാറ്. 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ് എന്ന് വാദിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. 4 മദ്ഹബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ ലാലാണ്, മുളിലാണ്. അർത്ഥം എന്താണെന്നറിയാമോ? പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ് എന്നാണ്. ആരാണ് ഈ മദ്ഹബിന്റെ ഇമാമിങ്ങൾ? സാധാരണക്കാരായ ആളുകൾക്കറിയില്ല. ഒന്നാമത്തെ മദ്ഹബിന്റെ ഇമാമായി ലോകത്തറിയപ്പെട്ടിട്ടുള്ള മഹാനായ വ്യക്തിത്വമാരാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 80 ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഭൂജാതനാകുന്നത്. വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. മുസ്ലിം സമുദായത്തിലെ അഭിപ്രായ ഭിന്നതകളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മാറ്റുരച്ചു നോക്കി മനസ്സിലാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഹിജ്റ 80 ജനിച്ചിട്ടുള്ള മഹാനാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്നാമത്തെ മദ്ഹബിന്റെ ഇമാമായി അറിയപ്പെടുന്ന ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് ഹിജ്റ 80. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 70 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഭൂജാതനാകുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 84 ഭൂജാതനാകുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 150 ജനിക്കുന്നത്. അന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത്. ഹിജ്റ 80 ജനിച്ച ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത് ഹിജ്റ 150. അന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഇനി മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഹബ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അഭിപ്രായം എന്നാണ്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവില്ലേ? ഖണ്ഡിതമായ പ്രമാണം എന്നല്ല ഇതിന്റെ അർത്ഥം. മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അക്കോർഡിംഗ് ടു വാഷിംഗ്ടൺ, അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി, അക്കോർഡിംഗ് ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അക്കോർഡിംഗ് ടു സർ ഐസക് ന്യൂട്ടൺ, അക്കോർഡിംഗ് ടു ഷാഫി, അക്കോർഡിംഗ് ടു മാലിക്. അത്രയേ ഉള്ളൂ മാലിക് ഇമാമിന്റെ അഭിപ്രായം. അഭിപ്രായം ഖണ്ഡിതമായ തെളിവുകളല്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയാമോ?
ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾ ആരും എടുക്കരുത്, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ ആരും എൻ്റെ വാക്കുകൾ മുഖവിലക്കെടുക്കരുത്. ഞാൻ എവിടെ നിന്നാണ് തെളിവ് പിടിച്ചത്? ഏത് ഖുർആനിന്റെ വചനമാണ്, ഏത് ഹദീസാണ് ഞാൻ തെളിവായി അവലംബിച്ചത് എന്ന് പരിശോധിക്കാതെ എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ജീവിച്ച മഹാനാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ള ഒഴികെ ഏതൊരു മനുഷ്യന്റെ വാക്കുകളിലും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും. ഇല്ലാ സാഹിബു ഹാദിഹിൽ ഖബർ, ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബിയുടെ വാക്കുകൾ ഒഴികെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കുകൾ അത് മുന്നും പിന്നും ചിന്തിക്കാതെ സ്വീകരിച്ചോളൂ. വേറെ ഏത് മഹാനിൽ നിന്നും മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴികെ ആരുടെ വാക്കുകളിലും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും. ഞങ്ങൾ അതിനെ മുഖവിലക്കെടുത്തവരാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് സഹിയായി കണ്ടാൽ, ഞാനല്ല പറയുന്നത്, ഷാഫി ഇമാമിനെ സ്നേഹിക്കുന്നവരോട്, ആദരിക്കുന്നവരോട്, റെസ്പെക്ട് ചെയ്യുന്നവരോട്, ഷാഫി ഇമാമിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചവരോട് ഒരേ ഒരു ചോദ്യം. ഇമാം ഷാഫി ഇമാം പറയാണ്, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് ഞാൻ പറഞ്ഞതിനെതിരായി മനസ്സിലാക്കണം. മുജാഹിദുകൾ എന്താ പറയുന്നത്? ഷാഫി ഇമാം വേണ്ടെന്ന്. ഷാഫി ഇമാം വേണം. നിങ്ങൾ പറയുന്നു വേണ്ട, നിങ്ങൾ പറയുന്നു വേണ്ട. ഇമാം ഷാഫി ഇമാം പറയുന്നു, എന്റെ ഒരു വാക്ക് ഒരു ഭാഗത്ത്, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് വേറൊരു ഭാഗത്ത്. നിങ്ങൾ ഏതെടുക്കണം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്റെ വാക്കുകൾ ആ മതിലിനപ്പുറത്തേക്ക് നിങ്ങൾ വലിച്ചെറിയണം. ഞങ്ങൾ ഇമാം ഷാഫി അംഗീകരിച്ചു. ഹദീസിനെതിരായി ഷാഫി മദ്ഹബിൽ ഞങ്ങൾ പലതും കണ്ടു. ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് ഖബറിൽ പോയാൽ, ഞാൻ മരിച്ചിട്ട് ഖബറിലാണെങ്കിലും എന്റെ വാക്കുകൾക്കെതിരായി ഹദീസ് കണ്ടാൽ നിങ്ങൾ എന്റെ വാക്കിനെയാണ് ഉപേക്ഷിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ മരിച്ചിട്ട് ഖബറിൽ പോയാൽ പോലും എന്റെ വാക്കുകൾ നിങ്ങൾ ഉപേക്ഷിക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം സഹിഹായി കണ്ടാൽ. ഈ ആശയമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ സ്ഥാനം ഷാഫി ഇമാമിനുണ്ടോ? ഹനഫി ഇമാമിനുണ്ടോ? മാലിക്കി അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കുണ്ടോ? മുത്തുനബിയുടെ വാക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം വഹി അനുസരിച്ച് സംസാരിച്ച്, ലോകത്തോട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. അന നബിയുല്ല കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ കള്ളമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണടാ, ഞാൻ കള്ളം പറയില്ലെന്ന് ഉഹദിന്റെ രണഭൂമിയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. സൂറത്തു നജ്മ് 53-ാം അധ്യായം 3-4 വചനങ്ങൾ. റസൂലുള്ള സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല, അതൊക്കെ ജിബ്രീൽ കൊണ്ടുപോയി കൊടുത്ത വഹിയാണ്. അബൂബക്കർ സിദ്ദീഖിന് വഹിയില്ല,
ഉമറിന് വഹിയില്ല, ഉസ്മാനിന് അഫ്ഫാന് വഹിയില്ല, അലി ഇബ്നു അബീ ത്വാലിബിന് വഹിയില്ല, ബിലാലിന് വഹിയില്ല, ഖബ്ബാബിന് വഹിയില്ല, സഹാബ കിറാമിന് വഹിയില്ല. പിന്നെയോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് വഹിയുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വാക്ക് ഒരു ഭാഗത്ത് കാണുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. വലല്ലാലീൻ എന്ന് ഫാത്തിഹയിൽ ചെല്ലിയാൽ ആമീൻ എന്ന് ഉറക്കെ ചെല്ലാൻ ഷാഫി മദ്ഹബുകാർ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മുജാഹിദുകളും അത് പറയുന്നവരാണ്. ഷാഫി ഇമാമ പറഞ്ഞതിനെ മുജാഹിദുകളും അതുപോലെ വിലക്കെടുക്കുന്നു. കാരണം ഷാഫി ഇമാമ പറഞ്ഞതാണ് ആ കാര്യത്തിൽ ശരി. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബുകാർ പറയുന്നത് ശരിയല്ല. കാരണം സഹീഹായ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വീകാര്യോഗ്യമായ ഹദീസുകളിലുണ്ട്. ജൂതന്മാർക്ക് നിങ്ങളോട് ഏറ്റവും വെറുപ്പ് പ്രകമ്പനം കൊള്ളുമാറ് നിങ്ങൾ ആമീൻ പറയുന്നതാകുന്നു എന്ന് കള്ളം പറയാത്ത റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. എന്നാൽ വളരെ ഗൗരവമായി മനസ്സിലാക്കണം, 150-ലധികം അഭിപ്രായ ഭിന്നതകളാണ് ഹദീസുകളുമായി മദ്ഹബുകൾക്കുള്ളത്. ഈ വസ്തുത നമ്മൾ പറയുന്നത് എന്താണ്? സഹിയായ ഹദീസ് അത് മദ്ഹബിന്റെ അഭിപ്രായങ്ങൾക്കെതിരായാൽ നിങ്ങൾ മദ്ഹബിനെയാണോ തഖ്ലീദ് ചെയ്യുക, അല്ല പ്രവാചകന്റെ വചനത്തെയാണോ എടുക്കുക? ഞങ്ങൾ പറയുന്നു റസൂലിന് 1-ാം സ്ഥാനം കൊടുക്കണം, റസൂൽ എന്ന് പറഞ്ഞതിന് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹകും അൻഹു ഫൻതഹു. 59-ാം അധ്യായം തെളിവാണ്, വാക്കസർത്തല്ല, തെളിവ്. 7-ാമത്തെ വചനം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, അല്ലാഹുവിന്റെ റസൂൽ ഉപേക്ഷിച്ചതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിച്ചോ എന്ന് അള്ളയാണ് പറയുന്നത്. അള്ളാന്റെ വാക്ക് ലംഘിച്ച്, റസൂലുള്ളാഹിന്റെ വാക്ക് ലംഘിച്ച്, ഷാഫി ഇമാമിന്റെ വാക്ക് ലംഘിച്ച്, ഖുർആനിനെതിരായി സുന്നത്തിനെതിരായി ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പുത്തൻവാദമാവുക? എനിക്ക് മനസ്സിലാകുന്നില്ല. റസൂലുള്ള പറയാ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂല് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലാഹുവിന്റെ റസൂല് ഉപേക്ഷിച്ചതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ നബാ. ഖീല വമൻ നബാ യാ റസൂലല്ലാഹ്. വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗത്തിൽ പോകുന്നതാണ്. ഇല്ലാ മൻ നബാ, വിസമ്മതിച്ചവർ ഒഴികെ. വിസമ്മതിച്ചവർ ഒരിക്കലും സ്വർഗത്ത് പോവില്ല. ഖീല വമൻ നബാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് വിസമ്മതിച്ചവർ? വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. എന്നെ അനുസരിച്ചവരാണ് സ്വർഗത്ത് പോവുക. എന്നോട് അനുസരണക്കേട് കാണിച്ചവർ അവർ നരകത്തിലാണ്, അവരുടെ വാസസ്ഥലം നരകമാണ്. സുഹകൻ സുഹകാ, പോയിക്കോ പോയിക്കോ, ഈ ഹൗദുൽ കൗസറിന് നിങ്ങൾക്ക് വെള്ളമില്ല. അല്ലാഹുവിന്റെ റസൂലെ അകറ്റുകയാണ്. ഒരു ഭാഗത്ത് റസൂലുള്ളാഹിന്റെ വാക്ക്, മറുഭാഗത്ത് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ വാക്ക്, ഒരു ഭാഗത്ത് നേതാവിന്റെ വാക്ക്, ഒരു ഭാഗത്ത് റസൂലുള്ളാഹിന്റെ മുത്തുപോലെ ഹദീസ്. ഏത് സ്വീകരിക്കണം? ഇത് വലിയ പ്രശ്നമാണ്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അതാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞു, ഖുർആനിലൂടെ ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞു, റസൂലുള്ളാഹിന്റെ മാർഗം ബോധ്യപ്പെട്ടു കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വ്യക്തമായി കഴിഞ്ഞു.
ഗൈറ സബീലിൽ മുഅ്മിനീൻ. സഹാബികളുടെ മാർഗം പ്രകടമാണ്, അതും ഇവിടെ മനസ്സിലായി കഴിഞ്ഞു. എന്നിട്ട് അതൊന്നും സ്വീകരിക്കാതെ നുവല്ലിഹി മാ തവല്ലാ, അവൻ തിരിഞ്ഞു കളഞ്ഞാൽ തിരിഞ്ഞിടത്തേക്ക് അവന് തിരിച്ചുവിടുന്നതാണ്. ആളുകൾ ചിലപ്പം പറയും, ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തത്, ഞങ്ങളുടെ ബാപ്പ ചെയ്തത്, ഞങ്ങളുടെ ഉമ്മ ചെയ്തത്, ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തത് അത് മതി ഞങ്ങൾക്ക്, അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കൊള്ളാം എന്ന് പറയുന്ന മനുഷ്യരെ, നരകം നിസാരമല്ല, നരകം നിസാരമല്ല. കല്ലാ ഇന്നഹാ ലദാ നസാഅത്തൽ ലിശ്ശവാ, നരകം അങ്ങനെയല്ല. അതൊരു തീപ്പട്ടിക്കൊള്ളിന്റെ ചൂടല്ല, അത് അഗ്നിജ്വാലകളല്ല. സൂര്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ഒരുക്കിയ കത്തിച്ചൊലിക്കുന്ന തീജാലയുള്ള നരകമാണത്. ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹും ജിമാലത്തും സുഫർ, ഒട്ടകക്കൂട്ടങ്ങൾ ചിന്നിച്ചിതറുന്ന പോലെ കൊട്ടാര സമാനമായ രാജകൊട്ടാരങ്ങൾക്ക് തുല്യമായ തീപ്പൊരികൾ ഉൾക്കൊള്ളുന്ന നരകമാണ് മോനെ ആ നരകം. വിശുദ്ധ ഖുർആനാ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മആരിജിലെ 70-ാം അധ്യായത്തിലെ 15-16 വചനങ്ങളാ പറയുന്നത്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ളിയാ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. കാന അലാ റബ്ബിക ഹത്മം മഖ്ളിയാ, അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാ. 19-ാം അധ്യായം സൂറത്ത് മറിയം 71-ാമത്തെ വചനമാ. അമ്പിയാക്കൾ അവിടെ വരും, ഔലിയാക്കൾ അവിടെ വരും, ബീവിമാർ അവിടെ വരും, സഹാബികൾ അവിടെ വരും. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ. എന്നിട്ട് അവിടെ വന്നിട്ടോ നഫ്സി 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 നഫ്സിയാ, ഞങ്ങളുടെ നഫ്സിനെ തന്നെ കാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? അല്ലാഹുവിന്റെ കോടതിയാണത്. അവിടെ രക്ഷപ്പെടണം, അതാണ് പ്രധാനം. നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ മനോഹരമായ 2-3 വരികൾ. നഫ്സ് നഫ്സിനെ കണ്ടാലറിയാത്ത മഅ്ശറാവൻ സബയിൽ, നഫ്സ് നഫ്സിനെ കണ്ടാലറിയാത്ത യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നി. 80-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വചനം. കൂട്ടുകാരൻ കൂട്ടുകാരനിൽ നിന്ന് ഓടി അകലുന്ന ലോകം, ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് ഭാര്യയിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ അകലുന്ന വല്ലാത്ത ഭയചകിതമായ ഒരു ദിവസമാ. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്കാബാ ലാ യദൂകൂന ഫീഹാ ബർദം വലാ ശറാബാ. ആ നരകമുണ്ടല്ലോ, 78-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വചനം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് ബിദ്അത്തിൽ നിന്ന് മുക്തമാകണം. മൻ അമില അമലൻ, കള്ളം പറയാത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ഒരു വ്യക്തി ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, അദ്ദാദ് കഴിച്ചു, റാസീബ് കഴിച്ചു, മൗലിദ് ആഘോഷിച്ചു, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അത് ഹദീസിലില്ലെങ്കിൽ, ആയത്തിലില്ലെങ്കിൽ, ഖുർആനിലില്ലെങ്കിൽ, സുന്നത്തിലില്ലെങ്കിൽ, മൻ അമില അമലൻ, ഒരു വ്യക്തി ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അത് നമ്മുടെ കൽപ്പനയിലില്ല, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ല, സഹാബികൾ അത് മനസ്സിലാക്കിയില്ല, താബീങ്ങൾ അത് സ്വീകരിച്ചില്ല, താബീങ്ങൾ അത് സ്വീകരിച്ചില്ല. ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം അവലംബിച്ചാൽ, അങ്ങനെ അവലംബിച്ചാൽ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ, അവൻ നരകത്തിലാ. ബിദ്അത്ത് ചെയ്ത നരകത്തിൽ, വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും വഴികേടാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത് ചെയ്യല്ലേ. 4-ാം അധ്യായം 115-ാമത്തെ വചനമാണ്. ആരല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുവോ അവർ അല്ലാഹുവിനെ അനുസരിക്കുകയാണ്.
റസൂലിന്റെ സുന്നത്ത് അനുസരിക്കുക. അള്ളാനെയാണ് അവൻ അനുസരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ധിക്കരിക്കുക. അള്ളാഹുവിനെയാണ് അവൻ ധിക്കരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ബഷീറേ, എന്റെ പ്രിയപ്പെട്ട സുബൈറേ, എന്റെ പ്രിയപ്പെട്ട ആമിനത്ത, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചിട്ട്, അള്ളാനെ ധിക്കരിച്ചിട്ട് പരലോകത്ത് ചെല്ലണോ? അങ്ങനെ ചെന്നാൽ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയൽ ഒരു ഇഷ്ടമല്ലേ, സ്നേഹമല്ലേ, ആളുകളോടുള്ള ഹുബ്ബല്ലേ, നരകത്തിൽ ചെല്ലല്ലേ എന്ന വാക്ക്. മസലീ വ മസലുകും കമസലി റജുലിൻ ഔഖദ നാറാ. എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണെന്ന് കള്ളം പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലം. തീ കത്തിച്ച ഒരുവനെ പോലെ ആ തീയിലേക്ക് പാട്ടകൾ പാറി വരുന്നു, വണ്ടുകൾ പാറിയെടുക്കുന്നു. അയാൾ അതിനെ തടുത്തു നിർത്തുന്നു. വനാഖുദും ബിഹുജുസിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്, നരകത്തു പോവല്ലേ. വസീകല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ. നടക്കൂ നടക്കൂ, നരകത്തിലേക്ക് നടക്കൂ എന്ന് പറഞ്ഞ് ആ നരകമുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ നരകത്തുനിന്ന് കാക്കണം. നിങ്ങളുടെ കുടുംബങ്ങളെയും. മൂത്താപ്പ ഇത് നരകത്തിലേക്കുള്ള വഴി, എളാപ്പ ഇത് നരകത്തിലേക്കുള്ള വഴി, അമ്മായി ഇത് നരകത്തിലേക്കുള്ള വഴി, പൊന്നുമോനെ മരുമോനെ ഇത് നരകത്തിലേക്കുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവേ ഇത് നരകത്തിലേക്കുള്ള വഴി എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിന്റെ 6-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നരകമാണ് വന്നാറു മിസ്ലു ദാലിക്. നരകവും നിങ്ങളുടെ ചെരുപ്പിന്റെ വള്ളി പോലെ അടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നരകത്ത് പോകരുത്, അതുകൊണ്ട് നരകത്ത് പോകരുത്. വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ഷാഫി ഇമാമ പറഞ്ഞു, നിങ്ങളുടെ ഹദീസ് സ്വീകരിച്ചോ, എന്റെ വാക്കുകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞോ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറഞ്ഞു, എന്റെ വാക്കുകൾ നിങ്ങൾ ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമെടുത്തോ. കാരണം എന്താ? ബസ് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഫലാ വറബ്ബിക് ഫലാ വറബ്ബിക് لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, അല്ലാഹുവാണേ സത്യം, ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? പടച്ച തമ്പുരാനാണ് സത്യം. പൂന്തറയിലെ നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം. ഞാനൊരു വിധി പറയുക, റസൂലൊരു വിധി പറയുക, ആ റസൂലിന്റെ വിധിക്ക് കീഴൊതുങ്ങാതിരിക്കുക, മനസ്സിൽ ചൊറിച്ചിൽ കാണുക. ഇമാമ് പറഞ്ഞത് ഇതാണ്, റസൂല് പറഞ്ഞത് ഇതാണ്. ഷാഫി ഇമാമ് ഒറ്റ ബാങ്കാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ആ വെള്ളിയാഴ്ച 2 ബാങ്ക് കൊടുക്കുന്നവരെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നുണ്ടോ? സഹീഹ് ബുഖാരിയിൽ തല ഒരു പ്രാവശ്യം തടവുക എന്ന ബാബുണ്ടായിട്ട് 3 തവണ തല തടവുന്നവരെ, അത് റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല, അത് റസൂല് പഠിപ്പിച്ചതല്ല, അത് ബുഖാരിയിലുള്ളതല്ല, അത് ഹദീസ് കൊണ്ട് തെളിയിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുക. ഖുദുവന്നീ മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കുക. അപ്പൊ റസൂലാണ്, അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലാണ്. എടാ റസൂലിന്റെ വചനം ഇതാ സ്വീകാര്യമല്ല. എടാ ഷാഫി ഇമാം ഇതാ പറയുന്ന സ്വീകാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം എത്രേ? സൂറത്ത് നൂറിൽ നിന്ന് അല്പം ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞെട്ടലോടെയല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യന് സൂറത്ത് നൂറ് വായിക്കാൻ കഴിയില്ല. സൂറത്ത് നൂറിൽ സർവാധിനാഥനായ പടച്ച തമ്പുരാന്റെ വാക്കുകളാണ്. സൂറത്ത് നൂറിലെ 47 മുതൽ
54 വരെയുള്ള വചനം മനസ്സിരുത്തി നിങ്ങളൊന്ന് വായിക്കണം. 47-ാമത്തെ വചനം നിങ്ങളൊന്ന് കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുകയാണ്, ഫയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക ഫമാ ഉലൈക ബിൽ മുഅ്മിനീൻ. വല്ലാത്തൊരു വാക്കാണ്. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അക്കൂട്ടത്തിൽ ഇവിടെപ്പെട്ട ഈ SM ലോക്ക് ജംഗ്ഷനിലെ ഒരൊറ്റ മുസ്ലിമും ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത്. എന്താ അല്ലാഹു പറയുന്നത്? അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, ഞങ്ങൾ റസൂലിൽ വിശ്വസിച്ചു, ഞങ്ങൾ അവരെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചില ആളുകളുണ്ട്. പിന്നെയോ ثم يتولى فريق منهم من بعد ذلك فما أولئك بالمؤمنين. അതിനുശേഷം ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചു, ഞങ്ങൾ റസൂലിനെ അനുസരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരതാ തിരിഞ്ഞു കളയുന്നു. അല്ലാഹു പറയുകയാണ്, ഫമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദൂ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമീനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ യുതിഇല്ലാഹ വറസൂല വയഖ്ശല്ലാഹ. നോക്കൂ, അല്ലാഹു പറയുകയാണ്, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, തങ്ങൾക്കിടയിൽ റസൂലുള്ളാഹ് ചേർപ്പ് കൽപ്പിക്കാനായി അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസി, മോനെ ഖുർആനിൽ ഇങ്ങനെയുണ്ട്, മോനെ ഹദീസിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ സമഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നായിരിക്കും അവരുടെ വാക്ക്. നോക്കൂ, ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ളവർ അവർ തന്നെയാകുന്നു വിജയിച്ചവരെന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അല്ലാഹുവെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ. അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, റസൂലിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പറയുക നബിയെ, അല്ലാഹുവിനെ അനുസരിക്കാൻ റസൂലിനെ അനുസരിക്കാൻ പറയൂ നബിയെ. ഫൈൻ തവല്ലൗ എന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ, റസൂലേ അവരുടെ ബാധ്യത താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. വ്യക്തമായ എത്തിച്ചു കൊടുക്കലല്ലാതെ അങ്ങക്ക് ഡ്യൂട്ടിയില്ല നബിയെ. ജനങ്ങളോട് പറയാ, ആയത്തുണ്ടെന്ന് പറയാ, ഹദീസുകളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക, അതനുസരിച്ച് ജീവിച്ചോളൂ, രക്ഷപ്പെടുമെന്ന് പറയുക. അത് രക്ഷപ്പെടാനുള്ള വഴിയാണ്, അത് വിമർശനത്തിന്റെ വഴിയല്ല. ചില ആളുകളൊക്കെ ഉണ്ട് കേരളത്തിൽ, റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ ചൂടാകും, ഷാഫി ഇമാമിനെ പറ്റി പറയുമ്പോൾ ഇഷ്ടപ്പെടും, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കോപമുണ്ടാകും, മൊയ്തീൻ ഷെയ്ഖിനോടോ ഭീമാ ഉമ്മിച്ചയോടോ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ സന്തോഷമാവുകയും ചെയ്യും. ഇങ്ങനെ എത്രയെത്ര ആളുകളുണ്ട് ഇവിടെ. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ ദേഷ്യം, റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ ദേഷ്യം. ഒരു സംഭവം പറഞ്ഞു തരാം, മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. മഹാനായ മർഹൂം കെ ഉമർ മൗലവി സാഹിബ്, അദ്ദേഹത്തിന്റെ കൂടെ സഹപ്രവർത്തകരായ മുജാഹിദ് പണ്ഡിതന്മാർ തിരൂരിലേക്ക് യാത്ര പോവുകയാണ്. ഒരു സുബഹി നമസ്കാരത്തിന് അവരവിടുത്തെ പള്ളിയിലെത്തുകയാണ്. ഉമർ മൗലവിയുടെ തലപ്പാവും താടിയും കണ്ട്, വേഷവിധാനങ്ങൾ കണ്ട് ഇത് സമസ്തക്കാരനാണെന്ന തെറ്റിദ്ധാരണയോടെ ഉമർ മൗലവിയെ അന്ന് സുന്നി പള്ളിയിലെ ഇമാമായി സുബഹിക്ക് നിർത്തുകയാണ്. ആ നാട്ടുകാര് ഒരാലിമുൽ അല്ലാമയെ കണ്ടിട്ട് താടി വെച്ച, തലപ്പാവ് വെച്ച, അതുപോലെ ചുബയിട്ട ഈ ആള് സമസ്തക്കാരനാണെന്ന വിചാരത്തോടെ അവിടുത്തെ സുന്നി ഉസ്താദ് ഉമർ മൗലവിയെ ഇമാമത്ത് നിർത്തുകയാണ് സുബഹിക്ക്. മഹാനായ ഉമർ മൗലവി കുനൂത്തില്ലാതെ സുബഹി നമസ്കരിച്ചു. മഹാനായ ഉമർ മൗലവി കുനൂത്തില്ലാതെ നിസ്കരിച്ചു. പള്ളിയിൽ വമ്പിച്ച ബഹളമായി. പള്ളിയിൽ വമ്പിച്ച ബഹളം. അവിടെ ദിക്റില്ല, ദുആയില്ല, വമ്പിച്ച ചെറിപ്പൂരമാണ് അവിടെ നടക്കുന്നത്. ആരടാ നീ? കുനൂത്തില്ലാത്തവൻ ആരടാ? ആ പള്ളിയുടെ ചരിത്രത്തിൽ സുബഹിക്ക് കുനൂത്തുണ്ട്, പക്ഷേ ഉമർ മൗലവി കുനൂത്തില്ലാതെ നിസ്കരിച്ചപ്പോ ആ പള്ളിയിൽ ബഹളം മൂർധന്യത്തിലെത്തി. ഇനി കേട്ടോളിട്ടോ, നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ, മുഹമ്മദ് നബിക്കുള്ള സ്ഥാനം കേട്ടോളിട്ടോ.
ശ്രദ്ധിച്ചോളി, മുജാഹിദുകൾ എന്താ പറയുന്നതെന്ന് കേട്ട് പഠിച്ചോളി. മരിച്ചു പോവും, രക്ഷപ്പെട്ടോളി ഉസ്താദുമാരെ കയ്യിൽ നിന്ന് വേഗത്തില് സ്വർഗം കിട്ടണമെങ്കിൽ. അപ്പോ ഭയങ്കര ബഹളം ഉണ്ടായപ്പോ കൂടെയുള്ള ആളുകൾ, അന്നൊന്നും എന്നുണ്ട് ഇങ്ങനത്തെ ആളുകൾ, അവരെന്ത് പറഞ്ഞു, ബഹളൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാ, കേക്കണേ, തല്ലൊഴിവാക്കാൻ വേണ്ടി കൊല്ലുന്ന മട്ട കാണിക്കുന്നത്. കുനൂത്തോതാതെ നിസ്കരിച്ച ഒരുവനോട് കൊല്ലാൻ ഭാവത്തിലാ വരുന്നത്, കൊല്ലാനുള്ള ഭാവത്തിലാ വരുന്നത്. നിങ്ങൾ ആലോചിക്കണോ? അപ്പൊ കൂട്ടത്തിലുള്ള ഒരു തല്ലൊഴിവാക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു, ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാ. അത് കേട്ടപ്പോ ഈ സദസ്സുണ്ടല്ലോ, പിൻ ഡ്രോപ്പ് സൈലൻസ്, കറണ്ട് പോയ പോലെ, ഒറ്റ കുട്ടി മിണ്ടില്ല. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബുകാരാ ഞങ്ങള്, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാത്തത്, കുനൂത്തോതാച്ചത്. ഇത് കേട്ടപ്പോൾ ഉമർ മൗലവിക്ക് ഒരു പ്രശ്നമുണ്ട്. ഉമർ മൗലവി ദുനിയാവൊന്നും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നില്ല. അങ്ങനെ അപൂർവളെ മുജാഹിദിൽ പോലും ഉള്ളൂട്ടോ, അതൊരു മനസ്സിലായിക്കൂടെ. എല്ലാവരും അതാണ് അഭിപ്രായം എനിക്കില്ല, ഞാൻ അഭിപ്രായക്കാരനും അല്ല. ഉമർ മൗലവി ഇവരിത് പറഞ്ഞപ്പോൾ അത് നുണയാണ്. ഉമർ മൗലവി പറഞ്ഞ നുണയാണ്, ഞങ്ങൾ മുജാഹിദുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുബൈക്ക് മാത്രമായിട്ട് ഒരു കുനൂത്ത് പഠിപ്പിച്ചിട്ടില്ല, നബിയെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ കുനൂത്ത് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടായ സംഭവം എന്താണെന്നറിയോ, കേട്ടോളി. നബീന്റെ പേരാട്ട് കേട്ടപ്പോ ആദ്യം ഡേഷിന്റെ മോനെ നോക്കി വിളിച്ച്, പിന്നെ ഒരു 100 ഡേഷ്, പിന്നെ അടിയൻ മുഹമ്മദ് നബീനെ പറഞ്ഞ കൊല്ലടാ. വേറെ ഏതെങ്കിലും പോങ്ങനെ പറ്റി പറഞ്ഞോ, കിഴങ്ങനെ പറ്റി പറഞ്ഞോ, മുഹമ്മദ് നബീനെ ഞങ്ങൾക്ക് കേൾക്കണ്ട, കാരണം ഞങ്ങളുടെ വലിയ ശത്രുവാണ് മുഹമ്മദ് നബി, അത് നിങ്ങളാണ്. ആലോചിക്കണം, ഇമാം അബൂ ഹനീഫയുടെ ആളാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി, ഒരു പ്രശ്നമില്ല. മുഹമ്മദ് നബീന്റെ ആളാന്ന് കേട്ടപ്പോ ഭയങ്കര കോപം. ഇവർ മുഹമ്മദ് നബിയുടെ മുഖ്യ ശത്രുവാണ്. ജൂതനും ക്രിസ്ത്യാനിയെ പോലെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ മദ്ഹബ് പക്ഷപാതി. നിങ്ങൾ മനസ്സിലായിക്കൂടെ? മുഹമ്മദ് നബി പഠിപ്പിച്ചാന്ന് പറഞ്ഞപ്പോ ചൂടായി. നിങ്ങൾ ഞങ്ങളോട് വാദപ്രതിവാദത്തിന് വാ, കല്ലും കത്തിയും പിച്ചാത്തിയും ഒക്കെ താഴെ വെച്ച് ഞങ്ങൾ തെളിയിച്ചിരങ്ങൾക്ക് നിങ്ങളെ കുനൂത്തും നിങ്ങളെ കൂട്ടുപ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ തോന്നിയാസോ ഇസ്ലാമിലില്ലാത്ത ഞങ്ങൾ സ്ഥാപിച്ചു. പക്ഷേ കയ്യാങ്കളി കളിക്കരുത്, ഇത്രയുള്ളൂ. ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുണ്ടല്ലോ, അത് മൂസാ നബി അന്നിട്ട പാമ്പിനെ പോലെയാ, വിഴുങ്ങിക്കളയും നിങ്ങളുടെ മുഴുവൻ തെളിവുകളിൽ ഞങ്ങളുടെ കയ്യിലുള്ള തെളിവ്. പക്ഷേ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് കേൾക്കണോ? കോയമ്പത്തൂർ പോയി, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം പറയുന്നു. കോയമ്പത്തൂർ പോയി നിസ്കാരത്തിന് കൈയ്യട്ടി, സുന്നി പള്ളിയിലാ, അന്ന് മുജാഹിദ് പള്ളി ഇല്ല അവിടെ. എൻ്റെ തലയിൽ ഇടുത്തി വീണ പോലെ ഒരു സംഗതി വന്നിട്ട് ഒറ്റ വീഴല. ഈ മടഞ്ഞുണ്ടാക്കുന്ന ഒരു തൊപ്പിയില്ലേ, കൊട്ടത്തൊപ്പി, അത് കൊണ്ടുവന്നിട്ട് ഒരുത്ത എൻ്റെ തലയെ കുത്തിയതാ, ഡും എന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ബോംബിട്ടതാ, ഒറ്റ തട്ടടിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കൊല്ലാൻ ഇങ്ങനെ നിൽക്കുക. ഏത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കൊല്ലാൻ ഇങ്ങനെ നിൽക്കുക. അതെന്താ തലമറിക്കാത്ത? അപ്പൊ ഞാൻ വളരെ സ്നേഹത്തിൽ മൂപ്പരിങ്ങനെ മുഖത്തിങ്ങനെ തടവിട്ട്, എന്തോ ഒരു ജൂതന്റെ സ്വഭാവം. ജൂതനോ? എടോ, മീശയും താടിയും പഠിക്കല് ജൂതന്റെ പാരമ്പര്യ. അന്നെ പോലത്തെ 4 ആളെ കണ്ടപ്പോ എനിക്ക് ജൂതനാന്നാ തോന്നി. താടി പഠിക്കൽ ജൂതായുസമാണ്, താടി പഠിച്ച നീ ജൂതനാ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നീ പ്ലാസ്റ്റിക്കിന്റെ താടി കൊണ്ടേക്ക്, താടി വെക്കൽ നിർബന്ധവും തലപ്പാവ് ധരിക്കൽ സുന്നത്ത് പോലുമല്ല. മനസ്സിലായിക്കൂടി? താടി വെക്കൽ നിർബന്ധം, താടി വെക്കാത്തവൻ ഹറാമ് ചെയ്തു, ഹറാം. താടി നീട്ടി വെക്കാത്തവൻ ഹറാമ് ചെയ്തു. ഞാനോട് പറഞ്ഞു, 25ലധികം വരുന്ന ഹദീസുകൾ താടി വെക്കാൻ ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. തലപ്പാവ് ധരിച്ചാലേ നിസ്കാരം സ്വീകരിക്കുന്നുള്ളതിന് ഒരു ദുർബല ഹദീസ് നീ കൊണ്ടുവാ, അപ്പൊ നമുക്ക് ബാക്കി പറയാം. ഇനി ഒന്നുകൂടെ കേട്ടോളി, തലപ്പാവില്ലാത്തവനെ ഇമാമത്ത് നിർത്തരുത് എന്ന് ഇസ്ലാമിൽ വിധിയില്ല. താടി വെക്കാത്തവനെ ഇമാമത്ത് നിർത്തരുത് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പഠിപ്പിച്ചിട്ടുണ്ട്. താടി വെക്കാത്തവനെ ഇമാമത്ത് നിർത്തരുത്. അത്ര മുസ്ലിയാക്കന്മാർക്ക് ഇസ്ലാമിന്റെ താടിയുണ്ട്. തലപ്പാവ് ധരിക്കാത്തവനെ ഇമാമത്ത് നിർത്തരുത് എന്ന് ലോകത്തൊരൊറ്റ കിതാബിലുമില്ല. താടി വെക്കാത്തവനെ ഇമാമത്ത് നിർത്തരുത് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് പഠിപ്പിക്കുന്നത്. പഠിച്ചോളി, മനസ്സിലായിക്കോളി, നന്നായി കേട്ടോളി, നന്നായിട്ട് തന്നെ റെക്കോർഡും ചെയ്തോളി. എന്നിട്ട് വളരെ ഗംഭീരമായി പഠിച്ചോളി ഇസ്ലാം എന്താണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്താണ്, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കി. ഞങ്ങൾ പറയുന്നത് മദ്ഹബിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്താ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും മഹാന്മാരാണ്. അവർക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? അവർക്ക് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു
ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കിതാബ് തിരിയുന്ന ചെല്ലെങ്കിലും ഉണ്ടാവുമല്ലോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ജദീദായ ഖൗലും ഖദീമായ ഖൗലും ഉണ്ട്. എന്തേ അങ്ങനെ പഴയ കാലത്ത് പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞു. എന്തുകൊണ്ട്? അല്ല ഇമാം അവർകളെ, നിങ്ങൾ ആദ്യം പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പറയുന്നത്. ഇമാം അവർകൾ പറയുന്നത് ആദ്യം പറഞ്ഞത് എനിക്ക് കിട്ടിയ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാ പറഞ്ഞു. ഇപ്പൊ ഞാൻ കുറെ കൂടെ സൂക്ഷ്മമായി ഹദീസുകൾ കിട്ടി മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ തിരുത്തി പറയുകയാണ്. തീർന്നില്ല, ഇനിയും എനിക്ക് കിട്ടാത്ത ഒരുപാട് വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വചനത്തിലുണ്ട്. അങ്ങനെ ഒരു വചനം നിങ്ങൾക്ക് കിട്ടുകയും ഞാൻ പറഞ്ഞതിനെതിരായി ആ വാചകം ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കണം. എനിക്ക് കേട്ടോ, ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നേതാവുണ്ട്. നിങ്ങൾക്കുണ്ടോ അറിയില്ല. നിങ്ങൾക്ക് ഖാദി മുഹമ്മദ് പഠിപ്പിച്ചൊരു ജീലാനി ഉണ്ട്. അത് ഇസ്ലാമിന്റെ ജീലാനി അല്ല, അത് വേറെ. ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗുനിയത്തുൽ താലിബീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിൽ എന്താ ഉള്ളത്? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ. ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ഫോളോ ചെയ്യുക, അതിലെ ഒരു മെമ്പറാവുക എന്ന്. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബി പഠിപ്പിച്ചത്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ വഹിയുള്ള ആളുകളല്ല. റസൂലുള്ള വഹിയുള്ള നേതാവാണ്. വഹി പ്രകാരം റസൂല് പറഞ്ഞ അല്ലാഹുവിന്റെ വഹീനെ മനസ്സിലാക്കണം. നബിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞ വഹിയാണ്. ഷാഫി ഇമാമിന്റെ അഭിപ്രായം വഹിയല്ല, ഹനഫി ഇമാമിന്റെ അഭിപ്രായം വഹിയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം വഹിയാണ്. ഇതാണ് മുജാഹിദുകളുടെ വാദം. മുജാഹിദുകളുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഒരു ഹദീസ് കണ്ടാൽ ഒരു ഇമാമിനെയും ആ ഹദീസ് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. ഇതാണ് സാക്ഷാൽ ഇസ്ലാം. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മൗലിദ് ആഘോഷം, മൗലിദ് ആഘോഷം ഖുർആൻ പറഞ്ഞതാണ് എന്നാണ് നിങ്ങളുടെ ഈ നാട്ടിലൊരു ഉസ്താദിന്റെ പ്രസംഗം. ആ ഉസ്താദ് ഇവിടുത്തെ ഏത് പള്ളിയിലാണെങ്കിലും നിങ്ങൾ കുറച്ച് ആളുകൾ ചെന്നിട്ട് ആ ഉസ്താദിനെ കാണും. മൗലിദ് ആഘോഷം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് ചോദിക്കണം. എന്നിട്ട് ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എങ്ങനെ മനസ്സിലാക്കി എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തോട് പറയണം. എന്നിട്ട് അതിനനുസരിച്ച് അവർ ചൊല്ലിയ മൗലിദ് കിതാബ്, മൗലിദ് ആഘോഷം, അതിന്റെ രൂപം, അതിന്റെ തുടക്കം, അതിന്റെ മധ്യഭാഗം, അതിന്റെ സമാപനം അതെങ്ങനെയായിരുന്നു എന്ന് ഹദീസ് പ്രകാരം അയാളോട് തെളിയിക്കാൻ പറയണം. പടച്ച തമ്പുരാനാണ് ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. ഒരു ചെറിയ മനുഷ്യൻ, തലപ്പാവിന്റെ വലിയ ഊക്കില്ല, തക്ബീർ ധ്വനികളുടെ അകമ്പടിയില്ല, ഒരു ദുർബലനായ ഒരു മുജാഹിദ് പ്രവർത്തകൻ. ഞാനാണ് നിങ്ങളുടെ ഉസ്താദുമാരെ വെല്ലുവിളിക്കുന്നത്. നബിയുടെ ജന്മദിനം ഇസ്ലാമികമായി തെളിയിക്കാൻ കഴിവുള്ള, കിതാബിയായി ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് തെളിയിക്കാൻ കഴിവുള്ള ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. ഞാൻ ഇവിടെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ചിന്തിക്കാൻ ചില പോയിന്റ് പറയാണ്, നോട്ട് ചെയ്തോളി. ചെറിയ പെരുന്നാള്, നോമ്പിന് ശേഷം, ഫർള് നോമ്പിന് ശേഷം ചെറിയ പെരുന്നാള് ആഘോഷിക്കാറുണ്ട് നമ്മൾ. നിങ്ങൾ ഈ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഉസ്താദേ, ചെറിയ പെരുന്നാൾ ദിനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്? ഉസ്താദ് പറയും, മോനെ കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം,
തക്ബീർ ചൊല്ലണം, ഈദ്ഗാഹിലേക്ക് കൂട്ടത്തോടെ പോകണം, അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ടൊരു പ്രഭാഷണം കേൾക്കണം, വ്യത്യസ്ത വഴികളിലൂടെ തിരിച്ചു പോരണം. ഇതെല്ലാം ഹദീസുകളിലുണ്ട്. ഇനി ചിന്തിക്കണം, പോയിന്റ് ഓരോന്ന് ചിന്തിക്കണം. ഉസ്താദേ, ബലിപെരുന്നാൾ ദിനത്തിൽ എന്തൊക്കെ ചെയ്യണം? ഒട്ടും ഭക്ഷണം കഴിക്കാതെ ഈദ്ഗാഹിൽ പോകണം, കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം പുരുഷന്മാര്, തക്ബീർ ചൊല്ലി പോകണം, 2 വ്യത്യസ്ത വഴികളിലൂടെ തിരിച്ചു പോരണം എന്നെല്ലാം ഹദീസുകളിൽ രേഖപ്പെടുത്തി. ഇനി നിങ്ങൾ ചോദിക്കുക, അടുത്ത ചോദ്യം, മൗലിദ് ആഘോഷം ഹദീസ് പ്രകാരം ഒന്ന് വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ആ ദിവസം എന്തൊക്കെ ചെയ്യണം? പുതുവസ്ത്രം ധരിക്കണമോ? ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ. കുളിക്കണോ? ഹദീസ് ഉദ്ധരിക്കാൻ പറ. അന്ന് എന്ത് ചെയ്യണം? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നോമ്പല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പുതിയ ചടങ്ങ്, ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ആചരിക്കുന്ന പോലെ ഒരു ചടങ്ങ് ഹദീസ് ഗ്രന്ഥങ്ങൾ കൊണ്ടുവച്ച് തെളിയിക്കാൻ അറിവും ധൈര്യവും തന്റേടവുമുള്ള ഒരൊറ്റ പണ്ഡിതനും ഈ മുസ്ലിം കൈരടിയിൽ ജീവിച്ചിരിപ്പില്ലെന്ന് ഈ ഉള്ളവൻ പറയും. തീർന്നില്ല. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബ, ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബ അതല്ലേ അറബി ഖുതുബ നടത്തുന്ന പള്ളികളിൽ നടക്കുന്നത്? ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബ റബീഉൽ അവ്വൽ 12 എന്താ ചോദിക്കുന്നു ഞാൻ. ഉസ്താദുമാരടുത്ത് ചെല്ലി, യുവാക്കളെ, നമ്മുടെ മസിൽ പവർ, നമ്മുടെ എനർജി ഹറാമിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. ചെല്ല്, മസിൽ പവറും കൊണ്ട് ഉസ്താദിന്റെ അടുത്ത് എന്ന് ചോദിക്ക്. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയിൽ റബീഉൽ അവ്വൽ 12 ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വൽ മാസം അദ്ദേഹം നടത്തിയ ഖുതുബ എന്താ? നബിയുടെ ജന്മദിനത്തെ കുറിച്ച് അരവാക്ക് ആ കിതാബിൽ ഒരിടത്തുമില്ല. അരവാചകം നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട അരവാചകം ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയിലില്ല. മറിച്ച് റസൂലുള്ളാഹിന്റെ മരണത്തെ കുറിച്ചാണ് അതിലുള്ളത്. ജന്മദിനവുമായി ബന്ധപ്പെട്ടൊന്നില്ല. എന്തുകൊണ്ട്? ആലോചിക്കണം, ചിന്തിക്കണം, ഓർക്കണം. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകന്റെയും ജനന ഡേറ്റോ മരണ ഡേറ്റോ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇല്ല. 8-ലധികം വരുന്ന അഭിപ്രായം സുന്നി പണ്ഡിതന്മാർക്കിടയിലുണ്ട്. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 8-നാണെന്നാ പറഞ്ഞു. 8-നാണ് ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ബലപ്പെടുത്തിയത് അതാകുന്നു എന്നാണ് സുന്നി പണ്ഡിതന്മാരുടെ പക്ഷം. ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും റബീഉൽ അവ്വൽ 8-നാണ് റസൂലുള്ളാഹി ഭൂജാതനായത്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ്. റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ചയും റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയുമാണ്. വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പുണ്ടോ? ഉണ്ടോ? തീർന്നില്ല. സുന്നികളുടെ വാദം എന്താ? നബിദിനം ഏറ്റവും ജോറായി കഴിക്കുന്നതിൽ വാശി പിടിക്കുന്നവരെ AP സുന്നികളാണല്ലോ. പക്ഷേ അവര് പോലും പറയുന്നത് ഹിജറ 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് നബിദിനം കൊണ്ടാടിയത്. മഹാനായ ഇമാം, ആ ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയാണെന്ത്? ഇമാം സുയൂത്തി ഇമാം മൗലിദ് ആഘോഷത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച പണ്ഡിതനാണ്. ഇമാം സുയൂത്തി ഇമാം നബിദിനാഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ആഴത്തിൽ പഠിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ആഴത്തിൽ പഠിച്ചിട്ട് പോലും റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞില്ല. സഹാബികളുടെ കാലത്ത് തെളിയിച്ചില്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും ഉത്തമമായ തലമുറയിൽ അതുണ്ടായില്ല. 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാകുന്നു മൗലിദാഘോഷം ഇസ്ലാമിൽ ഉണ്ടായത്. സുന്നി വോയിസിൽ 2000 ജൂലൈ 16-31 വരെയുള്ള സുന്നി വോയിസിൽ മൗലിദാഘോഷം അടിസ്ഥാനപരമായി ബിദ്അത്താണ്. മൗലിദാഘോഷം അടിസ്ഥാനപരമായി ബിദ്അത്താണ്. ബിദ്അത്ത്
വിദ്യത്ത് നരകത്തിലേക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖം മുറിക്കാൻ പഠിപ്പിച്ചു, മീശ വെട്ടാൻ പഠിപ്പിച്ചു, പല്ല് തേക്കാൻ പഠിപ്പിച്ചു, റോട്ടിൽ നിന്നൊരു കല്ല് നീക്കാൻ പഠിപ്പിച്ചു. പക്ഷേ നബിദിനം കഴിക്കാൻ പഠിപ്പിച്ചില്ല. നഖം വെട്ടുന്നതിന്റെ, പല്ല് തേക്കുന്നതിന്റെ, മീശ വെട്ടുന്നതിന്റെ, താടി നീട്ടുന്നതിന്റെ പോലും പുണ്യം നബിദിനത്തിന് ഇല്ലെന്ന് മാത്രമല്ല, ശിക്ഷയുണ്ട് താനും. വെറുതെ അല്ല പറയുന്നത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്ത ഒന്ന് മതമായ ഒരാൾ ആചരിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാകും. നബിദിനം 6-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ട് നിലനിൽക്കാൻ സാധിക്കില്ല. അവിടെ മുജാഹിദ് പ്രസ്ഥാനം 3-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതെന്ന് തിരിച്ചു പാടിയൊണ്ടൊന്നും കഥ ഉണ്ടാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞത്രേ, മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നൊരു ഇബ്രാഹിം മുസ്ലിയാർ പറഞ്ഞത്രേ. വിവരക്കേടിന് കയ്യും കാലും മുറിച്ചപ്പിനെ നമുക്ക് വേറൊന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഏത് ഇസ്ലാമിലില്ലാത്തത്? മുജാഹിദ് പ്രസ്ഥാനം 300 ശേഷം വന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ വാദം എന്താ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വലാ തസിദു الظالمين ഇല്ലാ തബാറാ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا وجعلنا مسلمين لك ومن ذريتنا ربنا وبعث فيهم رسولا رب هب لي من الصالحين وجنبني أن نعبد الأصنام وجنبني وبني أن نعبد الأصنام ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. അല്ലെ, എത്ര പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹുവിനോടാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ വാദം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നാണ്. മുഴുവൻ അമ്പിയാക്കളും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. ഞങ്ങൾക്ക് പുതുതായി നിങ്ങളോടൊന്നും പറയാനില്ല. ശരി, ഞങ്ങളൊരു വാദം പുതുതായി പറയുന്നു എന്ന് തെളിയിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ മുസ്ലിയാക്കന്മാർ പറയൽ എന്താ? മുജാഹിദുകൾ സുന്നത്ത് ഉപേക്ഷിക്കുന്നു, മുജാഹിദുകൾ ബിദ്അത്ത് ചെയ്യുന്നു എന്ന് ഒരു മുസ്ലിയാരും ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മോനെ, മുജാഹിദുകൾ ചെയ്യുന്ന ഒരു പുതിയ ദിക്ർ എവിടെ? മുജാഹിദുകൾ ചെയ്യുന്ന ഒരു പുതിയ റക്അത്ത് എവിടെ? മുജാഹിദുകൾ ചെയ്യുന്ന ഒരു പുതിയ ആചാരം എവിടെ? ഇല്ല. പിന്നെ നിങ്ങൾ പറയുന്നത് എന്താ? സുബഹിക്ക് മുജാഹിദുകൾ സുന്നത്താകുന്ന കുനൂത്ത് എടുക്കുന്നില്ല എന്ന നിങ്ങളുടെ അഭിപ്രായം. മുജാഹിദുകൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നില്ല എന്ന നിങ്ങളുടെ അഭിപ്രായം. മുജാഹിദുകൾ ഒരു പുതിയ മതമുണ്ടാക്കി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങളുടെ വാദപ്രകാരം പോലും എന്തേ ഉള്ളൂ? ഇസ്ലാമിലുള്ള ചില സുന്നത്തുകൾ മുജാഹിദുകൾ എടുക്കുന്നില്ല, ഇസ്ലാമിൽ പുതുതായി കടത്തിക്കൂട്ടി എന്ന് പോലും നിങ്ങൾക്ക് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തത് നിങ്ങൾ പറയുന്നു എന്ന് മുജാഹിദ് സംഘടന ഒഴികെ ബാക്കി മുഴുവൻ ആളുകളുടെ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ബിദ്അത്തുണ്ട്, ശിർക്കുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. തീർന്നില്ല. എന്നോട് ഇന്നലെ ഒരു മൗലിദ് വാദി, മൗലിദ് ആഘോഷിക്കുന്നവൻ എന്നോട് ചോദിച്ചു, മൗലിദ് ആഘോഷം ശിർക്കാണോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, മൗലിദ് ആഘോഷം ബിദ്അത്താണ് എന്ന് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെയോ ആ ബിദ്അത്തിന്റെ ഭാഗമായി നടക്കുന്ന മൗലിദ് ആഘോഷത്തിൽ ശിർക്കിന്റെ വരികൾ നിങ്ങൾ ചെല്ലുന്നു. ശറഫലന മൗലൂദിലുണ്ട്, അതുപോലെ മങ്കൂസിലുണ്ട്, ഇതിലെല്ലാം ശിർക്കിന്റെ വരികളുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാദം. മൗലിദ് കിതാബുകളിൽ ശിർക്കിന്റെ വാചകമുണ്ട്, ഹറാമിന്റെ വാചകമുണ്ട്, ബിദ്അത്താകുന്ന വാചകങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാദം. എന്താ തെളിവ്? 1-2 കാരണം പറയാം. ഒന്ന്, അബ്ദുക്കൽ മിസ്കീൻ യർജു പാടുന്ന പാടിപ്പതിജോൽക്കൊക്കെ മനപ്പാടുണ്ടാവും. ഞാൻ ജനിച്ചപ്പോ തന്നെ മുജാഹിദ് എന്ന വാപ്പ പേര് വെച്ച്, ഉമ്മ പ്രസവിച്ചു എന്ന് കേട്ട അപ്പൊ തന്നെ മുജാഹിദ്.
അതുകൊണ്ട് എനിക്ക് ഈ ജാതി ഖുറാഫാത്ത് വലിയ പരിചയമല്ല, പാടാനും അറിഞ്ഞൂടാ. അള്ളാഹു ഈ നാവിലൂടെ വലിയ ഹറാമ് പുറത്തു വരുത്തിയിട്ടില്ല ഒരു കാലത്ത്. അബ്ദുക്കൽ മിസ്കീനു യർജു, അങ്ങയുടെ അടിമ റസൂലേ, ഞാൻ അങ്ങയുടെ അടിമയാണ്, റസൂലിന്റെ അടിമയാണ്. ഏത് ഇസ്ലാം അത്? അള്ളാന്റെ അടിമകളാണ് നമ്മൾ. റസൂല് പോലെ അള്ളാന്റെ അടിമയാ. ഖുലു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അവിടെ അടിമ. 17 അധ്യായം 1-ാമത്തെ വചനം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. റസൂലാരാ? അടിമ. ആ റസൂലിന്റെ അടിമയാണ് നമ്മള്. അബ്ദുക്കൽ മിസ്കീനു യർജു, ഈ അടിമയായ മിസ്കീനായ അങ്ങയുടെ അടിമയായ ഞാൻ എന്റെ അവലാദികളും എന്റെ വേവലാദികളും എല്ലാം സമർപ്പിക്കുന്ന അങ്ങയിലാണ്. അങ്ങന്റെ അവലംബമാണ്, അങ്ങന്റെ ആശ്രയമാണ് എന്നാ പറയുന്നത്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ശിർഖാണത്. അതാണ് ഇവിടെ ചെല്ലിപ്പിക്കുന്നത്. തീർന്നില്ല. മങ്കൂസ്, അതിനെപ്പറ്റി ഉസ്താദുമാര് ഇപ്പൊ അരങ്ങ് തകർക്കുന്ന എന്താണെന്നറിയോ? പൊന്നാനിയില് ഭയങ്കരമായ കോളറ ബാധിച്ചു. ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യർ ചത്തൊടുങ്ങി. ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യർ ചത്തൊടുങ്ങി. അപ്പ കിട്ടിയതാണ് അത്രേ മങ്കൂസ്. മങ്കൂസ് അങ്ങോട്ട് ഉണ്ടായി കൊടുത്തു മഖ്ദൂമി കുടുംബത്തിൽപ്പെട്ട തങ്ങള്. അത് പാടിയപ്പോ കോളറ പ്രത്യക്ഷായി. അള്ളാന്റെ ഖുർആന്റെ നിലയും വിലയൊന്നുമില്ല കേട്ടോ. ഖുർആൻ ഈ ജാതി മഹത്വവും ഇതൊന്നുമില്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ശിഫയാന്ന് അല്ലാഹ് പറഞ്ഞു. അതൊന്നും കൗമിന് വേണ്ട. നബി ജനിച്ച തിങ്കളാഴ്ച, ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ച, നബി ആയത് തിങ്കളാഴ്ച. നമ്മളോ 7-ാം നൂറ്റാണ്ടിലെ ബുർദാബുസീരിയെ വായിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിലെ ബുർദാബുസീരി, അതിന്റെ ആലാപനം അത് കേട്ടിങ്ങനെ കാതൊക്കെ കൂർപ്പിച്ച് ഭയങ്കര ലഹരിയിൽ കണ്ടാവിയായിരിക്കും മയക്കുമരുന്ന് കുറിച്ച് ഇങ്ങനെ ഓടി ഓടി ഉലഞ്ഞ് എന്തായത് എന്തായത് നിങ്ങൾ ആലോചിക്കണം. അവിടെ മങ്കൂസിൽ ഉള്ള 4 വരിയുണ്ട്. അതെന്താ അറിയോ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഹദത് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അതിന്റെ മലയാളം എന്നറിയോ? പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ ഞാൻ കേറിയിരിക്കുന്ന നബിയെ, എന്റെ ആലംബം അങ്ങാണ്, എന്റെ പാപം പൊറുച്ചു തരേണ്ടതും അങ്ങാണ്. അങ്ങനെ റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ തേടുക അത് ഇസ്ലാമികമല്ല, ശിർക്കാകുന്നു എന്ന് ഞങ്ങൾ പറയും. എന്തുകൊണ്ട്? ഖുർആനിൽ നിന്ന് വാചകം കേട്ടോളൂ, ഖുർആനിൽ നിന്ന് ആയത്ത് കേട്ടോളൂ. അല്ലാഹ് പറയുന്നതിനെതിരാണ്. റസൂലുള്ളാഹി പറയാ, ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളി, പടച്ചോനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ എന്ന് റസൂല് പറയാ. എന്നിട്ട് ഈ കൗമ് അള്ളാനെ വിട്ട് റസൂലിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ ഇത് ഖുർആനിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. താവാ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തറിയോ? തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. നീ എത്ര തെറ്റ് ചെയ്താലും നിന്റെ റബ്ബിലേക്ക് നിന്റെ കൈ നീട്ടിക്കോ, നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരും. അണ്ടാ, തെറ്റുകൾക്കും ഭാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര വലിയ തെറ്റ് നീ ചെയ്താലും നിന്റെ റബ്ബിലേക്ക് നിന്റെ കൈ നീട്ടിക്കോ. ഇസ്ലാം അതാ പറഞ്ഞ്. ഇനി ഖുർആനിൽ നിന്ന് 2-3 ആയത്തുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ശ്രദ്ധിച്ചോളൂ. അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, കേട്ടോളൂ. സൂറത്ത് ആൽ ഇംറാനിലെ 135-ാമത്തെ വചനം ഈ വിഷയകമായി കേട്ടോളൂ. ഈ വാചകം കേട്ടോളൂ. സൂറത്ത് നിസായിലെ ഒന്നുമില്ല സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടോളൂ. ഒരു കാര്യം അവരാവശ്യപ്പെട്ടതാണ്, വേറൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളി, വിഷയമില്ല. സൂറത്ത് ആൽ ഇംറാനിലെ
വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് നിങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു. ജനസമൂഹത്തിനിടയിൽ നല്ല മാറ്റവാനികള് മദ്യപിച്ചിട്ടാ വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ്, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയി, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയാൽ, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയാൽ അല്ലാഹുവിനോട് അവൻ ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപം പൊറുക്കാനുള്ളത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ തേടണം. എന്ത് പാപങ്ങൾ നിങ്ങൾ ചെയ്താലും അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോടാണ് നിങ്ങൾ പൊറുക്കലിനെ തേടേണ്ടത്. അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആളില്ല. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താ പറയുന്നത്? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അൻഫുസഹും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. യുവാക്കളെ, നിങ്ങൾ കേൾക്കണം. മരിച്ചു പോകേണ്ടതാണ്. നബിയേ, തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറ, ആകാശം മുട്ട പാപം ചെയ്ത എന്റെ അടിമകളോട് പറ നബിയേ, തെറ്റ് ചെയ്താൽ ദൈവത്തോട് പശ്ചാത്തപിക്കാൻ. ലോകത്ത് എല്ലാ മതസമൂഹങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാൻ, പരമകാരുണ്യകനായ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ. അമ്പിയാക്കൾ മുഴുവനും പഠിപ്പിച്ച പാതയതാ. റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നത് ഇസ്ലാമികമല്ല, നരകത്തു പോകാനുള്ള കാരണമാകും. അതുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു, മുജാഹിദുകളെ, നിങ്ങൾ കസേരയിലേക്ക് ഇരിക്കുക. നമ്മുടെ ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്നവരല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം, വഴിയൊരിക്കലും മുടക്കാത്ത പ്രസ്ഥാനം, ഹക്കിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, ത്യാഗം സഹിച്ച പ്രസ്ഥാനം, തീച്ചൂളയിൽ വളർന്ന പ്രസ്ഥാനം, കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വിമോചനത്തിന്റെ ശബ്ദം പറഞ്ഞു കൊടുത്ത പ്രസ്ഥാനം. പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്കല്ലാതെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ അംഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അതേ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പീഡനമില്ലാതെ, ത്യാഗമില്ലാതെ, അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ പ്രശ്നമില്ലാതെ എത്രയെത്ര സ്റ്റേജുകളാണ് കയ്യേറിയത്, എത്രയെത്ര കൂക്കുവിളികളാണ് ഉണ്ടായത്, എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നത്, എത്ര നബിമാരുടെ ചരിത്രമാണ് ഓർക്കുന്നത്. ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചില്ലേ? ഖബ്ബാബിനെ പീഡിപ്പിച്ചില്ലേ? ഖബ്ബാബിനെ ക്രൂശിച്ചില്ലേ? ഒരൊറ്റക്കാരൻ പറഞ്ഞതിന്റെ പേരിൽ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലൂ. നൂഹ് നബിയുടെ മകൻ ബാപ്പാരെ എതിർത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. മുൾക്കിരീടം ഏറ്റുവാങ്ങിയ ചരിത്രം. നല്ലതല്ലാത്ത ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. പൂന്തറയുടെ ചരിത്രത്തിൽ, ഈ എപ്സം ലോക്കിന്റെ ചരിത്രത്തിൽ ജനമനസ്സുകളിൽ ചിന്തയുടെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രഭാഷണമായി ഇത് മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. എത്ര പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, എത്ര പ്രസംഗങ്ങൾ ആളുകൾ കേട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, CPM ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, BJP ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ടീമിന് പറ്റാത്തത് മറ്റേ ടീം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ആരും സ്റ്റേജ് കയ്യേറിയിട്ടില്ല. എന്റെ ബഹുമാനരായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത, ഈ രാജ്യത്തിന്റെ സ്വസ്ഥതക്ക് ഭംഗം വരാത്ത ഒരവസ്ഥാവിശേഷത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ച അതേ ദീനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് തന്നെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിച്ച് നല്ലതിനു വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ഒളിഞ്ഞിരുന്നോ, ദൂരെ നിന്നോ, കടത്തിണ്ണകളിൽ നിന്നോ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം. നമുക്ക് മരിച്ചു പോകേണ്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് തീർച്ചയായും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. അവിടെ അതാ ഫമൻ സുഹസിയാനിന്നാർ വദഖലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. മുജാഹിദുകളെ, ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാത്തവരാൾ. നമ്മൾ ആരുടെ സ്റ്റേജും കയ്യേറാറില്ല, നമ്മൾ ആരുടെ പ്രസംഗവും കൊളാക്കാറില്ല. നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓരോ പൗരന് നൽകിയ മൗലിക അവകാശമാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ മാത്രം എന്തേ ഇത് RSS ഇവിടെ പ്രസംഗിക്കുന്നില്ലേ, BJP ഇവിടെ പ്രസംഗിക്കുന്നില്ലേ, ഇവിടെ നിരീശ്വരവാദികളെ പ്രസംഗിക്കുന്നില്ലേ? അല്ല ഇല്ലെന്ന് പറയുന്നവർ പ്രസംഗിക്കുമ്പോ ഏത് സുന്നീനി സ്റ്റേജ് കയ്യേറിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ എതിരെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് സ്റ്റേജ് നീ കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം? ഇസ്ലാമിനോടാണോ നിന്റെ വിരോധം? ആയത്തുകൾ ഉദ്ധരിച്ചില്ലേ? അധ്യായ നമ്പർ പറഞ്ഞില്ലേ? വചന നമ്പർ പറഞ്ഞില്ലേ? സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചില്ലേ? തെളിവല്ലയോ പറഞ്ഞത്? അല്ലും ഉദ്ധരിച്ചില്ലേ? ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത്? ഫത്വൽ മുഈൻ ഉദ്ധരിച്ചില്ലേ? ഇത് തെളിവല്ലയോ? ഇത് ചരിത്രമല്ലയോ? ഇത് വിപ്ലവമല്ലയോ? ഇത് ഖുർആനല്ലയോ? വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുക, മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയാൻ നിങ്ങൾ ശ്രമിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രയാസമുണ്ടാക്കുന്നുണ്ടാവാം നമ്മുടെ പ്രസംഗം. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പേടി കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല, ഭീതി കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല. പോലീസുകാർക്ക് മുജാഹിദ് പ്രസ്ഥാനം ഒരു തലവേദനയാകരുത് എന്നതുകൊണ്ടാണ്, നിയമപാലകർക്ക് ഒരു തടസ്സമുണ്ടാകരുതെന്നുകൊണ്ടാണ്, ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമം പാലിക്കുന്നത് കൊണ്ടാണ്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന അള്ളാഹുവിന്റെ വാക്കോർത്തിട്ടാണ്, മരണാനന്തര ജീവിതമുണ്ടെന്നോർത്തിട്ടാണ്, നരകത്തിലിരിക്കാൻ തീരെ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, സ്വർഗത്തിലെത്തണമെന്ന താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൂന്തറയിലെ SM ബ്ലോക്കിലെ വിശ്വാസികളായ മുസ്ലിങ്ങളെ, എന്റെ സ്റ്റേജ് കയ്യേറാമെന്നവൻ കള്ളു കുടിച്ചവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ഇവനെന്ത് ഇസ്ലാമിന്റെ സ്പിരിറ്റാ? ഹറാമായ കള്ളു കുടിച്ചിട്ട് സ്റ്റേജ് കയ്യേറാൻ അവനെ പറഞ്ഞേച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളും വരും പരലോകത്ത്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പാലിക്കുന്ന ഇന്ന് വരെ ഒരു മുജാഹിദിനെ തീവ്രവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഭീകരവാദത്തിനും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയങ്കരരെ, ഇന്ന് ഉറങ്ങരുതേ. ഉറങ്ങാതെ കിടന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇന്നെങ്ങാനും മരിച്ചു പോയാൽ ഈ അക്രമം ചെയ്തവനെ നിന്നോട് വിരോധമില്ല, നിന്നോട് കോപമില്ല. കാരണം എന്ന് തായിഫ് എന്ന് പ്രാർത്ഥിച്ച അല്ലാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുന്ന സലഫി പ്രസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ മൈക്ക് പിടിച്ചവനെ, ആയത്തും ഹദീസും ഉദ്ധരിച്ചതിനെ ആക്രമിച്ചവനെ, നിനക്ക് പരലോകത്ത് അല്ലാഹു ശിക്ഷ തരാതെ നിനക്ക് പുറത്തു തരട്ടെ, നിനക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നമില്ല, അള്ളാഹു അനുഗ്രഹിക്കും. അള്ളാഹു അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ എന്നും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടു, അതിന്റെ മൂർധന്യത്തിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കേൾക്കുന്നു എന്നതാണ് അവരുടെ പ്രയാസം. നിങ്ങളെങ്ങാനും നന്നായാൽ, നിങ്ങളെങ്ങാനും മുജാഹിദ് പ്രസ്ഥാനം അനുസരിച്ച് ജീവിച്ചാൽ ഈ നാട്ടിൽ പലർക്കും ജീവിക്കാൻ കഴിയില്ല. അവരുടെ പൗരോഹിത്യമാണ് അവസാനിക്കുക. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുക. എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ജുമയ്ക്ക് പള്ളിയിലേക്ക് ഫുള്ളായിട്ട് വരിക. 5 നിലയുണ്ട്, അവിടെ വരിക, ദീന് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പ്രോഗ്രാമിനെ ഈ സമയത്ത് നിർത്തിവെക്കേണ്ടി വന്നതിൽ അതിന് കാരണക്കാരായവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെ കൺട്രോൾ ചെയ്ത് അയച്ചവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ
അള്ളാഹു നമുക്കും പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. Gracias.